ഇപ്രാവശ്യം കപ്പലിൽ നിന്ന് വരുമ്പോൾ തന്നെ മലേഷ്യ പോകാനുള്ള തീരുമാനം ഞാനും ഫാൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു. മലേഷ്യ എല്ലാവരും ചൂസ് ചെയ്യുന്നത് തന്നെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ പ്ലാൻ ആയതുകൊണ്ടാണ്. 20,000-നും 30,000-നും മലേഷ്യ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഒരുപാട് ഏജൻസികൾ ഇൻസ്റ്റാഗ്രാമിൽ ഓടുന്നുണ്ട്. ഇവരെല്ലാം നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ഇറ്റിനറീസിൽ നമ്മൾ കാണേണ്ട മെയിൻ ആയിട്ടുള്ള കുറേ സ്പോട്സ് മിസ്സിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് മലേഷ്യ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് റെഡിയാക്കിയത്. മലേഷ്യൻ യാത്രയിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും നല്ല സ്പോട്ടാണ് KLCC അക്വേറിയം. കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ മീനുകളും സംഭവങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. അക്വേറിയത്തിലെ ഫിഷുകൾ ഫീഡ് ചെയ്യുന്ന ഒരു ഷോ. കുറേ നേരം നമ്മൾ അക്വേറിയത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നേരെ മാളിലേക്ക് കയറി. മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നാസി ലമക്ക്. പിന്നെ ബസ്സും പിടിച്ച് പോയത് ജെൻലിംഗ് ഐലൻഡ് കാണാനാണ്. ബസ് പോകുമ്പോൾ തന്നെ നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കേബിൾ കാർ മുന്നത്തെ ട്രിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഇത് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ തിരിച്ചു വരുമ്പോണ്ടായിരുന്ന കേബിൾ കാർ എക്സ്പീരിയൻസ് ഈ കപ്പലുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സീറോ വിസിബിലിറ്റി, ഒന്നും കാണാൻ പറ്റില്ല. ജെൻലിംഗ് ഐലൻഡ് പോകുന്ന വഴിയാണ് നമുക്ക് ഈ ടെമ്പിൾ ഉള്ളത്, ചിൻസ്ബി കേവ്. അതിന്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ജെൻലിംഗ് ഐലൻഡിൽ കുറേയധികം ഇൻഡോർ ഔട്ട്ഡോർ തീം പാർക്സ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഈ കാണുന്ന ഹോട്ടൽ കണ്ടോ, ഇതാണ് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ. ജെൻലിംഗ് ഐലൻഡിന്റെ ഉള്ളിലത്തെ ഈ ഷോപ്പിംഗ് മോളിലാണ് നമ്മൾ കേബിൾ കാറിൽ വന്നിറങ്ങുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഈ 3D വേൾഡും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒരുപാട് 3D ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ മാളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ നേരെ തിരിച്ചു. പിന്നെ പോയൊരു സ്ഥലമാണ് KL ടവർ. നമ്മൾ പോയ സമയത്ത് വലിയ സ്പീക്കറിൽ മ്യൂസിക് ഓടുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക്കിനനുസരിച്ച് മൊത്തം KL ടവറിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാനൊരു രസമായിരുന്നു. ഇന്നത്തെ നൈറ്റ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഹാനകൃഷ്ണ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസുകൾ ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ഫേമസ് ഫുഡാണ് മാംഗോ സ്റ്റിക്കി റൈസ്. സംഭവം വീട്ടിലെ അമ്മച്ചി നൂലപ്പത്തിൽ നാളികേരപ്പാൽ ഒഴിച്ചു തരുന്നൊരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ചെറിയൊരു മാങ്ങയുടെ ടേസ്റ്റും. പിന്നെ മലേഷ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ഫുഡും ട്രൈ ചെയ്യണമെന്നാണല്ലോ. സ്ട്രീറ്റിൽ കൂടെ നടന്ന് അവിടെ ഏറ്റവും തിരക്കുള്ള കടയിൽ കയറി പല വെറൈറ്റി ഫുഡുകൾ നമ്മൾ ഓർഡർ ആക്കി. ഈ സ്ട്രീറ്റ് പോകുന്ന വഴിയിൽ ഒരുപാട് പബ്ബുകൾ ഉണ്ടായിരുന്നു. പബ്ബുകളിലും കയറി ഇറങ്ങി നമ്മൾ ഹോട്ടലിൽ പോയി നേരെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ മലേഷ്യയോട് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള മലേഷ്യൻ വിശേഷം. അടുത്ത വീഡിയോ നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. ജസ്റ്റ് വാണ്ട് വിത്ത് നിധി.